നമസ്കാരം. മധ്യ പൗരസ്ത്യ പ്രദേശം, അതായത് വെസ്റ്റ് ഏഷ്യ, ഒരിക്കൽ കൂടി സംഘർഷ നിർഭരമാവുകയാണ്. ഇസ്രയേലിന്റെ അറ്റാക്ക് ഓൺ ഖത്തർ. ഇത് വലിയ രീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചു എന്നതല്ല, മറിച്ച് അതിന്റെ സാഹചര്യം, അതിലേക്ക് എത്തി നിന്ന ഒരു ബിൽഡപ്പ്, അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ. ഭാരതീയരായ ആളുകൾ, മിഡിൽ ഈസ്റ്റിൽ ആകമാനമുള്ളതും ഖത്തറിലുള്ള 8 ലക്ഷം ഭാരതീയർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് എന്ത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഇസ്രയേലി ആക്രമണം കൊണ്ടുണ്ടാകുന്നത്? ഇതെല്ലാമാണ് ഒരുപക്ഷെ ഈ വീഡിയോയുടെ ഇതിവൃത്തമായി സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആക്രമണങ്ങൾ, ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുന്നത് പുത്തരിയല്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒക്ടോബർ 7, 2023 ശേഷം 6 രാജ്യങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യം ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം, അത് ലെബനൻ എന്ന രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി മാറുന്നത് നമ്മൾ കണ്ടു. യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം, അപ്പൊ യമന് നേരെയുള്ള ആക്രമണം തന്നെ, യമന്റെ ഭൂമിയിലേക്ക് ഇസ്രായേൽ മിസൈലുകൾ ചീറിപ്പഞ്ഞ് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഏറ്റവും വിഖ്യാതമായ ആക്രമണ പദ്ധതി ഇറാന് നേരെയാണ്. ഇറാൻ വലിയ രീതിയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നത്. കാരണം ഹമാസിന് അനുകൂലമായി, ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ അനുകൂലമായി ഇറാൻ സൈനികമായി രംഗത്ത് വന്നപ്പോൾ ഇറാനെതിരെ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ, ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ, മിസൈലുകൾ എല്ലാം ചേർന്ന് വർഷിച്ചത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സിറിയയിലെ താവളങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഇറാഖിന്റെ മണ്ണിൽ കടന്നു കയറി നടത്തിയ ആക്രമണങ്ങൾ എല്ലാം കൂട്ടുമ്പോൾ ആ മേഖലയിൽ മാറി നിൽക്കുന്ന പ്രദേശമാണ് GCC മേഖല. ഇസ്രായേൽ ഒരിക്കലും ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിലെ അംഗരാജ്യങ്ങളെ തൊടില്ല എന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന നിഗമനം. കാരണം GCC രാജ്യങ്ങൾ പൊതുവെ ആ മേഖലയിലെ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടാറില്ല. GCCയിലെ ഏറ്റവും പ്രമുഖ രാജ്യം സൗദി അറേബ്യയാണ്. പേർഷ്യൻ ഗൾഫിന് തെക്ക് ഭാഗത്ത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ സൗദി അറേബ്യയും ഒമാനും ഖത്തറും UAEയും കുവൈറ്റും എല്ലാം ചേർന്ന ആ ഒരു മേഖല, അതിൽ ഒരു പ്രമുഖ രാജ്യമാണ് ഖത്തർ. ഖത്തറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഖത്തർ GCC രാജ്യം എന്ന നിലയിൽ മാത്രമല്ല, എല്ലാ അറബ് രാജ്യങ്ങളുമായും അറബി ഇതര ഇസ്ലാമിക ലോകത്തെ ടർക്കിയുമായും അതേപോലെ തന്നെ ഇറാനുമായും അടുത്ത ചങ്ങാത്തം പുലർത്തുകയും ഇവരുടെ ഈ രാജ്യങ്ങളിലെല്ലാം നേതാക്കന്മാർ നിരന്തരമായി കടന്നു വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ നഗരം. അപ്പൊ സ്വിറ്റ്സർലൻഡ് എങ്ങനെയാണോ സമാധാന ചർച്ചകൾക്ക്, ലോക സമാധാന ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിലെ പ്രധാന നഗരമായ ജനീവ എങ്ങനെയാണോ വേദിയാവുന്നത്, സമാനമായ രീതിയിൽ ദ സ്വിറ്റ്സർലൻഡ് ഓഫ് വെസ്റ്റ് ഏഷ്യ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് കലാപകലുഷിതമായ മധ്യേഷ്യയിലെ, പശ്ചിമേഷ്യയിലെ ഏറ്റവും ശാന്തമായ ഒരു സമാധാന ഇരിപ്പിടം അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടേബിൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദോഹ. ആ ദോഹയിലെ അമേരിക്കൻ വ്യോമതാവളം, ആ പ്രദേശത്തെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അനേക താവളങ്ങളിൽ, അമേരിക്കയുള്ള അനേക താവളങ്ങളിൽ ഒന്നാണ് അൽ ഉദൈദ് താവളം. ആ താവളം ഇറാൻ ജൂലൈ മാസം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ, ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അന്ത്യഘട്ടത്തിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി നമ്മൾ കണ്ടു. അതിനോട് ഖത്തർ ക്രിയാത്മകമായി പ്രതികരിക്കുന്നതും കണ്ടു. കാരണം പ്രത്യാക്രമണത്തിന് അമേരിക്കയ്ക്കെതിരെ പ്രത്യാക്രമണം നടത്താനാവില്ലല്ലോ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്താനാവില്ലല്ലോ. ഇറാനെതിരെയും ആക്രമണം നടത്തിയില്ല. പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഖത്തർ മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ ക്ഷമയുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാസ് ടാർഗറ്റഡ് ഖത്തർ. അപ്പോൾ ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ ഖത്തർ എന്ന രാജ്യത്തെ അല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഖത്തർ സമാധാന ചർച്ചയിൽ പങ്കാളിയാണ്. പങ്കാളി മാത്രമല്ല, പ്രധാനമായി ഹമാസിന്റെ നേതാക്കളുമായും ഇസ്രയേലുമായും നിരന്തരം സംസാരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഉൾപ്പെടെ സമാധാന പദ്ധതികൾ ഒരു കരക്കെത്തിക്കുന്നതിന്റെ ഭാഗമായി ഹമാസിനെ കൊണ്ട് ഉൾപ്പെടെ അംഗീകരിപ്പിച്ചെടുക്കുന്നതിന്, വെടിനിർത്തൽ ഫോർമുല അംഗീകരിപ്പിച്ചെടുക്കുന്നതിനും ബന്ദി കൈമാറ്റം സാധ്യമാകുന്ന രീതിയിൽ ഒരു ശാശ്വതമായ പരിഹാരം അടുത്തു വരുന്നു എന്ന പ്രതീതി ജനിച്ച് മധ്യസ്ഥ റോൾ വഹിക്കുന്ന ഖത്തറിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ശരിയാണ്, ഖത്തറിലാണ് ഹമാസിന്റെ പല നേതാക്കന്മാരും ഒളിവ് ജീവിതം നയിക്കുന്നത്, അല്ലെങ്കിൽ സുഖവാസ ജീവിതം. പലരും പറയുന്നത് അവർ സുഖമായി അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഹമാസിന്റെ വലിയ നേതാക്കൾ
പലരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടത് ഇറാന്റെ സുരക്ഷിതമെന്ന് അവർ കരുതിയ മണ്ണിൽ വെച്ചാണ് ആക്രമിക്കപ്പെടുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, സ്ഥാനമേൽക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹമാസിന്റെ തലവനെ ഇസ്രായേൽ വകവരുത്തും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ നേതാക്കന്മാരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി വധിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ഹമാസിന്റെ നേതാക്കൾ ഒത്തുകൂടുന്ന ഒരു ഭവനമുണ്ട്, അല്ലെങ്കിൽ ഒരു പാർപ്പിട സമുച്ചയമുണ്ട്. ആ സമുച്ചയത്തിലാണ് ഹമാസിന്റെ ഉന്നത അധികാര സമിതി, ഒരു 5 അംഗ സമിതിയാണ്, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയാം. ആ ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാർ അല്ലെങ്കിൽ നേതാക്കൾ താമസിക്കുന്ന ഇടത്ത് ബോംബ് സ്ഫോടനം നടക്കുകയാണ്. വെറും ബോംബ് സ്ഫോടനമല്ല, ഒരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ്. ഖത്തർ പറയുന്നു ഞങ്ങൾ വിവരം അറിഞ്ഞിട്ടില്ല. ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ അമേരിക്കയെ അറിയിച്ചിരുന്നു. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഖത്തറിനെ അല്ല, മറിച്ച് ഖത്തർ അഭയം നൽകുന്ന അല്ലെങ്കിൽ ഖത്തർ ആതിഥ്യം നൽകുന്ന ഹമാസിന്റെ നേതൃനിരയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് അമേരിക്കയുടെ മൗന സമ്മതം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ ട്രംപ് പറഞ്ഞതാണ് യുദ്ധം അവസാനിപ്പിക്കണം, ഹമാസിനോട് ആവശ്യപ്പെട്ടതാണ് യുദ്ധം അവസാനിപ്പിക്കൂ, ആയുധം താഴെ വെക്കൂ, ബന്ദികളെ കൈമാറൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയാലെ നോക്കാം. ആ രീതിയിലുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ആ ഭവിഷ്യത്ത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന ആക്രമണത്തിന്റെ രൂപത്തിലാകും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മൗനസമ്മതം പൊതുവെ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ആക്രമണം നടത്തിയതിനു ശേഷമാണോ അമേരിക്കയെ ഇസ്രായേൽ വിവരം അറിയിച്ചിരിക്കുന്നത്? അമേരിക്ക അറിഞ്ഞ വിവരം കൈമാറാൻ, ഖത്തറിന് കൈമാറാൻ യഥാർത്ഥത്തിൽ കാലതാമസമുണ്ടോ? ട്രംപിന്റെ ഓഫീസ് പറയുന്നു സ്റ്റീവ് വിറ്റ്കോഫിനെ ചുമതലപ്പെടുത്തിയതാണ്. അദ്ദേഹമാണല്ലോ ട്രംപിന്റെ ആ പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ പ്രധാനപ്പെട്ട ദൂതൻ. ബിസിനസ് കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും തന്ത്രപ്രധാനമായ കാര്യങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്യാനായി തന്റെ സ്വന്തം ആളായി മധ്യപൗരസ്ത്യ പ്രദേശത്ത് മാത്രമല്ല, യൂറോപ്പിലും റഷ്യയിലും ഉക്രൈനിലും ഒക്കെ വിടുന്ന ആള് സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അദ്ദേഹം തന്റെ ജോലി സമൃദ്ധമായി നിർവഹിക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞില്ല എന്ന് ഒരു ആരോപണം ഉണ്ടാകുന്നു. ടൈമിങ്ങിന്റെ കാര്യത്തിൽ ചെറിയ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം എന്താണ്? രാജ്യത്തെ മുൻകൂട്ടി ആക്രമിച്ച് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്നൊരു രാജ്യത്തെ പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ കൊണ്ട് മറ്റേ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ട് നടത്തുന്ന ആക്രമണമില്ല. ഇതെന്താണ്? ഇതൊരു വെള്ളരിക്കാപ്പുണ്ടാവാണോ? ഇതൊരു സ്റ്റേജ് മാനേജ്ഡ് ആക്രമണമാണോ? ഇപ്പൊ അമേരിക്ക ഇറാനെതിരെ 2 മാസം മുൻപ് നടത്തിയ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെതിരെ നടത്തിയ ആക്രമണവും മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണമാണ് എന്നും ഇറാന്റെ ഫിസൈൽ മെറ്റീരിയൽ, ആണവ സാമഗ്രികൾ മാറ്റാനുള്ള സമയം നൽകിക്കൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അത് മാത്രമല്ല, ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ അന്ന് നടത്തിയ ആക്രമണവും അതും മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച ഒരു നാടകം സ്റ്റേജിൽ ആരിത്തീർക്കുക എന്നതാണോ? അപ്പൊ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണവും പ്രതീകാത്മകമായിരുന്നോ? വലിയ ചോദ്യങ്ങളാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു. ഇസ്രായേലിന്റെ മണ്ണിൽ, അത് ജനാധിപത്യ മണ്ണ് കൂടിയാണ്. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് എത്ര വിമർശനപരമായ കാര്യങ്ങൾ പറയുമ്പോഴും മനുഷ്യാവകാശ ലംഘനത്തിന് പേരുകേട്ട രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഭരണകൂടം മർദ്ദക ഭരണകൂടമാണ് തീർച്ചയായും. പക്ഷെ ആഭ്യന്തരമായി അവിടെ ഒരു തിരുത്തൽ ശക്തി ഉള്ളിലുണ്ട്. തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്, അതേപോലെ തന്നെ ലിബറൽ പ്രസ്ഥാനങ്ങളും ഇസ്രായേൽ മണ്ണിലുണ്ട്. അപ്പോൾ അവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അതിശക്തമായ നിയമവാഴ്ചയുള്ള രാജ്യവുമാണ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ നിയമവിധേയമായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വിചാരണ നീളുമ്പോൾ അതിൽ നിന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പറാട്ട് നാടകമായിരുന്നോ ഖത്തറിന് നേരെ നടത്തിയ നാടകീയമായ നീക്കം? ഇതും ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇനിയും ഖത്തർ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് അറബി ലീഗിലെ രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ അബ്രഹാമിക കരാറുകൾ നിർത്തിവെക്കേണ്ടി വരുമോ? ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നോബൽ സമ്മാന ആഗ്രഹം അത് പത്തായത്തിൽ വെച്ച് കൂട്ടേണ്ടി വരുമോ? നോക്കൂ, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നിർത്തി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് സമാധാന നോബൽ സമ്മാനം എന്ന സ്വപ്നം ഒരു മരീചികയായി തുടരാനാണ് സാധ്യത. ട്രംപ് ഒരിക്കൽ കൂടി ജനിക്കേണ്ടി വരും. ഈ സമാധാന നോബൽ സമ്മാനം അദ്ദേഹത്തിന്റെ ഷെൽഫിൽ ഭദ്രമായിരിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ ഒരു വശത്ത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും പുതിയ യുദ്ധങ്ങൾ തുടങ്ങി വെക്കുന്നതിന് അമേരിക്ക തന്നെ കാറ്റലിസ്റ്റായി മാറുന്നു. അമേരിക്കയ്ക്ക് തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യ രാജ്യമായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയന്ത്രിച്ചു നിർത്താനാവുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അല്ല എങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്ഥാപിത താല്പര്യത്തിനൊപ്പം തുള്ളാൻ അമേരിക്ക നിർബന്ധിതമാകുന്നു എന്ന് കരുതാം. എങ്ങനെ നോക്കിയാലും മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമവാക്യങ്ങൾ മാറി മറിയുകയാണ്.
ഒരുപക്ഷെ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക പോലും തകർന്നുകൊണ്ട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അറബി ഇസ്ലാമിക ലോകം, ഇറാൻ അവിടെ മാറി നിൽക്കട്ടെ, ഇറാൻ ഇസ്ലാമിക ലോകമാണ്, പക്ഷെ അറബി ലോകമല്ല. അറബി ഇസ്ലാമിക ലോകം ഇതുവരെ പുലർത്തിയ സംയമനം കൈവെടിഞ്ഞുകൊണ്ട് സിറിയയും ഈജിപ്തും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള ശക്തമായ അറബി രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അറബി ലോകത്തിന് പുറത്തുള്ള തുർക്കി വലിയ സൗഹൃദമാണ് ഖത്തറിനോട് പുലർത്തുന്നത്, ഇറാൻ വലിയ സൗഹൃദമാണ് ഖത്തറിനോട് പുലർത്തുന്നത്. ഈ രാജ്യങ്ങൾ ഈ രംഗത്ത് വരുമോ? അറബികൾക്ക് വേണ്ടി നോൺ അറബ് മുസ്ലിം രാജ്യങ്ങളായ തുർക്കിയോ ഇറാനോ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുമോ? എനിക്കുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് വലിയ ഒരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വലിയ നമ്പർ ആളുകൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർ പ്രവാസ ജീവിതത്തിലാണ്. ഖത്തറിൽ തന്നെ 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്ക്. 25 ലക്ഷം മാത്രമാണ് ഖത്തറിന്റെ ജനസംഖ്യ എന്ന് ഓർക്കുമ്പോൾ അവിടുത്തെ ഇന്ത്യൻ പോപ്പുലേഷന്റെ ശതമാനം വളരെ കൂടുതലാണ്. അപ്പൊ മധ്യപൗരസ്ത്യ പ്രദേശത്തെ UAE, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ വൻതോതിലാണ് പ്രവാസി സാന്നിധ്യം. അവർക്കൊക്കെ ഭീഷണിയാകുന്ന രീതിയിൽ GCCക്ക് നേരെ ഇസ്രയേൽ ദൃഷ്ടി തിരിക്കുമ്പോൾ വലിയ സംഘർഷ സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത് ഒഴിഞ്ഞു പോകട്ടെ, സംയമനം പാലിക്കപ്പെടട്ടെ, അമേരിക്കയുടെ ഇടപെടലുകൾ ആരോഗ്യപരമായിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നമസ്കാരം.